നിന്നെ കൊണ്ടൊന്നും കഴിക്കോ കച്ചറ കളയാൻ പേരും കിട്ടിയതോ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദ്യ വിദൂസ് യൂട്യൂബ് ചാനൽ. എൻ്റെ കിട്ടിയും ബിജിയും നമ്മൾ ചങ്ങായി പ്രശോഭം കൂടി ഒന്ന് നടന്നിട്ട് വരാൻ, കൂട്ടത്തിൽ വേസ്റ്റും കൂടി കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു മരക്കഷ്ണവും കൊണ്ടുവരുന്നത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ കുറേ നാളായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വർക്ക് ചെയ്യാൻ പറ്റിയ റേറ്റാണ് ഈ ഒരു വുഡൻ പീസ്. ഇത് കട്ട് ചെയ്യാണ്ട് ഞാൻ ഉദ്ദേശിച്ച വർക്ക് എന്തായാലും ചെയ്യാനാവില്ല. മാർക്ക് ചെയ്യാനായിട്ട് സ്കെയിൽ ആവശ്യമായിരുന്നു. അത് ആവശ്യത്തിന് എന്തായാലും കാണൂലല്ലോ. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു മാഗസീനൊക്കെ വെച്ച് വരച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇത് ആരോട് പറഞ്ഞ് കട്ട് ചെയ്യിക്കുമെന്ന് ആലോചിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. പ്രശോഭ് എന്നെ അവന്റെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഹോൾസ് ഇടാൻ പറഞ്ഞൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് തരുകയും ചെയ്തു. കുറച്ചു നാൾ മുമ്പ് എപ്പോഴോ 1 to 10 ഷോപ്പ് പോയപ്പോൾ വോൾ ഹാങ്ങിങ് വാങ്ങണമെന്നും പറഞ്ഞ് അവൻ കാര്യമായിട്ട് തപ്പി നടക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവനിപ്പോൾ മരക്കഷ്ണം പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതെങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് കൂടി നോക്കിയാലോ. മുകളിലത്തെ ഭാഗത്ത് ചെറിയ പീസ്, പിന്നെ താഴെ വലുത്, പിന്നെ അതിലും വലുത് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ ഹോൾ കൊടുത്തിരിക്കുന്നത്. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ജൂട്ടിന്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി കട്ടിയിൽ ത്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നല്ല വെയിറ്റ് ഒക്കെ ഉള്ള വുഡാണെങ്കിൽ അതിന്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ടിയിലെ നൂലെടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ 2 സൈഡിലെ ഹോളിലൂടെയും ത്രെഡ് ഇട്ടെടുത്ത ശേഷം അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വുഡ് പീസ് ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണമെന്നൊന്നുമില്ല, വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വോളിലൊന്ന് ഹാങ് ചെയ്തതിന് ശേഷം ത്രെഡ് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. വുഡ് പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പരസ്പരം ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു കാർഡ്ബോർഡിന്റെ പീസോ അല്ലെങ്കിൽ ഒരു വുഡിന്റെ പീസോ അതിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച വുഡൻ പീസ് വെറുതെ വോളിൽ ഹാങ് ചെയ്ത ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്താൽ നമുക്കതിന്റെ ലുക്ക് തന്നെ മാറ്റാൻ പറ്റും. അങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കാശ് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കൊന്നും വേണ്ട. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന എഗ് ട്രേ കൊണ്ട് തന്നെ നല്ല അടിപൊളി ഫ്ലവർ ചെയ്തെടുത്താലോ. അതിനായിട്ട് നമ്മുടെ എഗ് ട്രേ വീഡിയോ കാണുന്നത് പോലെ ഒരു കപ്പ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 6 ഇതള് കിട്ടുന്ന തരത്തിലും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ നല്ല അടിപൊളി പെറ്റൽ ഷേപ്പ് കിട്ടും. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. 6 ഇതള് വീതിയുള്ള 2 ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഫ്ലവേഴ്സിനും റെഡ് കളറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം യെല്ലോ കളർ ചെയ്ത് കൊടുത്താലോ എന്നാണ് വിചാരിച്ചത്, പക്ഷേ റെഡ് കളറാണ് കുറച്ചും കൂടി സ്യൂട്ട് ആവാൻ തോന്നുന്നല്ലേ. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പെയിന്റ് ചെയ്ത് ഒന്ന് ഉണങ്ങിയ ശേഷം ഒരു കോട്ടും കൂടി പെയിന്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ റെഡ് പെയിന്റ് ചെയ്താൽ മതി. പെയിന്റൊക്കെ ഉണങ്ങിയ ശേഷം അത് കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നടുവിലായിട്ട് യെല്ലോ പെയിന്റ് കൊണ്ട് ഓരോ പെറ്റൽസിനും 3-4 വരയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ഫ്ലവറിന്റെ അട്രാക്ഷൻ കുറച്ച് കൂടിയിട്ടില്ലേ. ഇനി ഇതിനിടയിൽ ആ വൂളൻ ത്രെഡ് കൊണ്ട് എന്ത് പരിപാടിയാണാവോ. ഫ്ലവറിന്റെ മിഡിലായിട്ട് എന്തെങ്കിലും ഡിസൈനും കൂടി കൊടുക്കണ്ടേ, അതിനുള്ള പരിപാടിയാണ് ഈ വൂളൻ ത്രെഡ്. ഇനി ഇതും ബ്ലാക്കിന് പകരം ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. വൂളൻ ത്രെഡ് ഇതുപോലെ ചുറ്റി എടുത്ത ശേഷം അതിന്റെ നടുവിലായിട്ടൊരു കെട്ടും കൂടി ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് കുനുകുനാന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു ബോൾ ഷേപ്പിൽ വേറൊരു സംഭവം കിട്ടും. ഈ ഒരു സംഭവമാണ് നമ്മൾ ഫ്ലവറിന്റെ മിഡിൽ വെക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ പെയിന്റ് ചെയ്തെടുത്ത 2 ഫ്ലവേഴ്സും തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിനു മേലെ മറ്റൊന്നായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ നടുവിലായിട്ടാണ് നമ്മൾ ബ്ലാക്ക് വൂളൻ ത്രെഡ് കൊണ്ട് ചെയ്തെടുത്ത ആ ബോർഡ് പോലത്തെ സംഭവം കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത്. പൂ മാത്രം മതിയോ, അതിന് കുറച്ച് ഇലകളും കൂടി വേണ്ടേ. അതും നമുക്ക് എഗ് ട്രേ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എഗ് ട്രേ നേരത്തെ പോലെ തന്നെ കപ്പ് ഷേപ്പിൽ മുറിച്ചെടുത്ത ശേഷം 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്നും ലീഫിന്റെ ആകൃതിയിലും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതൊന്നും അത്ര വലിയ പണിയൊന്നുമില്ല, സംഭവം സിമ്പിൾ ആണേ.
ലീഫ് കട്ട് ചെയ്തതിന് ശേഷം അത് കൈ കൊണ്ടൊന്ന് ബാക്കിലോട്ട് വളച്ചും കൂടി കൊടുത്താൽ കുറച്ച് ഒറിജിനാലിറ്റി തോന്നും. അങ്ങനെ കുറച്ചധികം ലീവ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത ഇലകൾക്കെല്ലാം ഗ്രീൻ കളറും കൂടി കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പെയിന്റ് ചെയ്തെടുക്കണമെന്നില്ല, ഫ്രണ്ട് മാത്രം ചെയ്താൽ മതി. ഇനി ഇലകൾക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ പെയിന്റ് കൊണ്ട് അതിനുള്ളിലത്തെ ലൈൻസ് ഒക്കെ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇനി ഉണ്ടാക്കി വെച്ച ഫ്ലവറും ലീവ്സും എല്ലാം നമ്മൾ വുഡിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. റൈറ്റ് സൈഡിലെ കോർണറിലായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലീവ്സ് ഒക്കെ താഴേക്ക് വരുന്ന പോലെയും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ഒരു ഇല എവിടെ വെക്കണം എന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ വെച്ചാലാണ് ഭംഗിയെന്ന് തോന്നുന്നു, അവിടെ തന്നെ ഫിക്സ് ആക്കിയേക്കാം. അങ്ങനെ ഫ്ലവേഴ്സിന്റെ ലീവ്സിന്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? താഴെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡോറ് പോലെ ചെയ്തെടുത്തേക്കാം. അതിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ തന്നെ മതി. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡാണ്. ഇതിന് പകരമായിട്ട് ക്ലേ യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും. കാർഡ്ബോർഡ് നീളത്തിലൊരു 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ആർച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചുറ്റിലും കാർഡ്ബോർഡ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ആർച്ച് ഷേപ്പ് വരുന്ന വിധത്തിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് പെയിന്റ് കൊടുക്കണം അല്ലേ? ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഫുള്ളായി ഒന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ സൈഡിലെ ചെറിയ ചെറിയ പീസസിന് മാത്രം ഒരു ഗോൾഡൻ കളർ ടച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഒരു സ്പോഞ്ച് പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ചെറിയ 2 കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. അതിന് ബ്ലാക്ക് കളറും ഗോൾഡൻ ടച്ചും കൂടി കൊടുത്തതിന് ശേഷം ഡോറിന്റെ നടുവിലായിട്ട് അതിന്റെ ഹാൻഡിൽ പോലെ ഒട്ടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മാത്രമേ ഡിസൈൻസ് കൊടുത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഹോം എന്ന് എഴുതി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എഴുതിയാൽ ഭംഗി ഉണ്ടാവില്ല എന്നൊരു ടെൻഷൻ കൊണ്ടും തൽക്കാലം സ്കെച്ച് പെന്നൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടും ഹോം എന്ന് എഴുതിയത് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചേക്കാന്ന് വിചാരിച്ചു. അത് കെട്ടിയവൻ ഓഫീസിൽ നിന്ന് നല്ല ഭംഗിയുള്ള ലെറ്ററിൽ പ്രിന്റ് എടുത്ത് കൊണ്ടുവരികയും ചെയ്തു. ആദ്യം ഞാൻ പേന കത്തി കൊണ്ടൊന്ന് മുറിക്കാൻ ട്രൈ ചെയ്ത് നോക്കി. അതിൽ എളുപ്പത്തിൽ കത്രിക ഉണ്ടാവുമെന്ന് തോന്നിയോണ്ട് പിന്നെ കത്രിക കൊണ്ടായി അഭ്യാസം. മുറിച്ചെടുക്കേണ്ട കഷ്ടപ്പാട് ഓർത്തപ്പോൾ ഹോം എന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് തോന്നി. പിന്നെ ഏതായാലും നനഞ്ഞതല്ലേ, ഒന്ന് കുളിച്ചു കയറാന്ന് കരുതി.
അങ്ങനെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത ഓരോ ലെറ്റേഴ്സും ഓരോ വുഡിലായിട്ട് താഴെ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പേപ്പർ ഒട്ടിക്കാനായിട്ട് ജസ്റ്റ് ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. എല്ലാം സെറ്റായി വിചാരിച്ച് വോളിൽ ഹാങ് ചെയ്തപ്പോൾ ഹോം എഴുതിയതിന് കുറച്ച് അട്രാക്ഷൻ കുറവായി എന്ന് തോന്നി. എന്നാൽ ലെറ്റേഴ്സിന്റെ സൈഡിലൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സ്കെച്ച് പെന്നോ മാർക്കറോ ഉണ്ടെങ്കിൽ സംഭവം സിമ്പിൾ ആയേനെ. കഷ്ടകാലത്തിന് എന്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കുറെ സമയം എടുത്താണ് ആ വർക്ക് ഫിനിഷ് ചെയ്തത്. എന്റെ കയ്യിലുള്ള വെറൈറ്റി ആയതെന്ന് പറയുന്നത് ഐലൈനറിന്റെ അടപ്പാണ്. എന്റെ അടുത്ത് പോയിന്റ് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇതാകുമ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള അതിനൊക്കെ ഈസി ആയിട്ട് വരച്ചെടുക്കാനും പറ്റും. ഹോം എഴുതിയതിലെ ഓ റീപ്ലേസ് ചെയ്തിട്ട് എവിടെ എന്തെങ്കിലും ഫ്ലവർ മാത്രം വരച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഇത് ബോറായാലോ എന്ന് വിചാരിച്ച് അതിനുള്ളിലായിട്ടൊരു കുഞ്ഞു പൂവ് പെയിന്റ് ചെയ്യാണ് ചെയ്തത്. വേറെ വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാട്ടോ. എൻ്റെ കയ്യിലാകെ യെല്ലോവും റെഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, ഇതിപ്പോ നേരത്തെക്കാളും ബോറായി തോന്നല്ലേ. ബിജി കണ്ടപ്പോഴും പറഞ്ഞു ഇപ്പൊ ഭംഗിയില്ലാന്ന്. ഞാൻ കുറച്ച് സപ്പോർട്ടയുടെ കുരു കളയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് യെല്ലോ പെയിന്റ് അടിച്ച് അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാന്നുള്ള പ്ലാനിലെത്തി. പിന്നെ ആ പ്ലാൻ നൈസായിട്ട് അങ്ങോട്ട് മാറ്റി. നേരത്തെ പെയിന്റ് ചെയ്ത യെല്ലോ ഫ്ലവറിൽ ബ്ലാക്ക് പെയിന്റ് കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും നോക്കിയേക്കാം. ഇപ്പൊ സംഭവം കൊള്ളാലോ. കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന പോലെ ചെയ്ത് അവസാനം കൊളാവുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഈ അറ്റംപ്റ്റ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴേ എന്റെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. കുറച്ച് പേരെങ്കിലും നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ടെൻഷൻ അതൊന്നുമല്ല. ഉണ്ടാക്കിയ സാധനം എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞവന് ഇത് കൊടുക്കാൻ മനസ്സ് വരുന്നില്ലല്ലോ ഈശ്വര. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.